സ്വർഗം തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, ഹല്ലേലൂയ മാറാനാഥാ, ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മാറാനാത്ത ദൈവവചന ശുശ്രൂഷയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം, എനിക്ക് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു. സങ്കീർത്തന പുസ്തകം 36-ാം അധ്യായം 1-ാം തിരുലിഖിതം. ദുഷ്ടൻ്റെ ഹൃദയാന്തർഭാഗത്തോട് പാപം മന്ത്രിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. 76-ാം സങ്കീർത്തനം 6-ാം തിരുലിഖിതം. യാക്കോബിൻ്റെ ദൈവമേ, അവിടുന്ന് ശാസിച്ചപ്പോൾ കുതിരയും കുതിരക്കാരനും നടുങ്ങി നിലം പതിച്ചു. ഓ കർത്താവെ, അങ്ങയുടെ അത്ഭുതകരമായ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഈ വചനത്തിനായി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും അവിടുന്ന് ഒരുമിച്ച് കൂട്ടിയ ഓരോ മകൻ്റെ മേലും മകളുടെ മേലും ഓരോ കുടുംബങ്ങളുടെ മേലും സ്ഥാപനങ്ങളുടെ മേലും സ്വർഗത്തിൻ്റെ ശക്തി ഇപ്പോൾ ഇടിമിന്നൽ പോലെ വ്യാപരിക്കട്ടെ. ഓ ദൈവമേ, തലമുറകളായി സാത്താൻ കെട്ടിയിട്ടിരിക്കുന്നവർ, തഴക്കദോഷത്തിൻ്റെ ചങ്ങലകളാൽ വരിഞ്ഞു മുറുക്കപ്പെട്ട് കിടക്കുന്നവർ, നിരാശ, ആത്മഹത്യാ പ്രവണത, ആത്മഹത്യാ ചിന്ത, മടുപ്പ്, ജീവിത നൈരാശ്യം, പ്രാർത്ഥന ഇല്ലായ്മ, ഭക്തിരാഹിത്യം, വിശ്വാസക്കുറവ്, ഈ മേഖലകളിൽ തകരുന്ന ഓരോ മകൻ്റെയും ഓരോ മകളുടെയും ജീവിതത്തിലേക്ക് അങ്ങയുടെ നാമത്തിൻ്റെ അത്ഭുത ശക്തി ഇപ്പോൾ മിന്നൽ പിണരുകൾ പോലെ വ്യാപരിക്കട്ടെ. യെശയ്യാ പ്രവാചന പുസ്തകം 40-ാം അധ്യായം 8-ാം തിരുലിഖിതം. മനുഷ്യൻ പുല്ല് മാത്രം, പുല്ല് കരിയുന്നു, പുഷ്പം വാടുന്നു, നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. ഓ ദൈവമേ, നിത്യം നിലനിൽക്കുന്ന വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ ഇപ്പോൾ ഓരോ കുടുംബങ്ങളിൽ നിന്നും അന്ധകാരത്തിൻ്റെ കോട്ടകൾ തകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും കണ്ണുകൾ അടച്ച് കരങ്ങൾ ഉയർത്തി അവരവരുടെ ജീവിതത്തിലെ ഓരോ ദുഃഖത്തിലേക്കും അവരവരുടെ കുടുംബത്തിലെ ഓരോ കെട്ടുകളിലേക്കും ഓരോ പൈശാചിക പിടകളിലേക്കും ദൈവത്തിൻ്റെ അത്ഭുത വിടുതലിന് വേണ്ടി ഇപ്പോൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. യെശയ്യായുടെ പുസ്തകം 43-ാം അധ്യായം 15-ഉം 16-ഉം തിരുലിഖിതങ്ങൾ വചനം പഠിപ്പിക്കുന്നു. ഇസ്രായേലിൻ്റെ സൃഷ്ടാവും നിങ്ങളുടെ രാജാവും പരിശുദ്ധനുമായ കർത്താവാണ് ഞാൻ, സമുദ്രത്തിൽ വഴിവെട്ടുന്നവനും പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്നവനും. ഓ ദൈവമേ, അങ്ങയുടെ വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ അടഞ്ഞു കിടക്കുന്ന എല്ലാ മേഖലകളിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. ഓ ദൈവമേ, ജോലി തടസ്സങ്ങൾ വിട്ടുമാറട്ടെ, വിവാഹ തടസ്സങ്ങൾ വിട്ടുമാറട്ടെ, മക്കൾ ഉണ്ടാകുന്ന തടസ്സങ്ങൾ വിട്ടുമാറട്ടെ. ഓരോ തടസ്സങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന മക്കൾ ഇപ്പോൾ വിടുതൽ പ്രാപിച്ച് ദൈവത്തെ ആരാധിക്കാൻ തകർന്ന അഭിഷേകം പ്രാപിക്കട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവെ നിറയണമേ. ഓ പരിശുദ്ധാത്മാവ് കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കണമേ. ഭക്തി നഷ്ടപ്പെട്ടവർ, പ്രാർത്ഥന നഷ്ടപ്പെട്ടവർ, വിശ്വാസം നഷ്ടപ്പെട്ടവർ, തീഷ്ണ നഷ്ടപ്പെട്ടവർ, ദൈവിക ബോധ്യങ്ങൾ നഷ്ടപ്പെട്ടവർ, കൂട്ടായ്മ നഷ്ടപ്പെട്ടവർ, ഒറ്റപ്പെട്ട് കിടക്കുന്നവർ, ദുഃഖം അനുഭവിക്കുന്നവർ, നിരാശയിൽ പൂണ്ടു കിടക്കുന്നവർ, സമസ്ത മക്കളുടെ മേലും ഓ പരിശുദ്ധാത്മാവെ ഇപ്പോൾ വ്യാപരിക്കണമേ. അപ്പോസ്തല പ്രവർത്തനം 10:44. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അത്ഭുത ശക്തി, ആത്മാവിന്റെ അത്ഭുത അഭിഷേകം ഇപ്പോൾ നിറഞ്ഞു വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ആത്മാവേ നിറയണമേ. ദുഃഖപീഡിതമായ ഹൃദയങ്ങളിലേക്ക് നിറയണമേ. മരവിച്ച മനസ്സുകളിലേക്ക് നിറയണമേ. ശ്രദ്ധ കിട്ടാത്ത, ഏകാഗ്രത കിട്ടാത്ത ഓരോ മകന്റെയും മകളുടെയും മനസ്സുകളിലേക്ക് പരിശുദ്ധാത്മാവെ വ്യാപരിച്ച് വചനത്തിന് വേണ്ടി തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം 36-ാം അധ്യായം അതിൽ 1-ാമത്തെ തിരുലിഖിതം. ദുഷ്ടൻ്റെ ഹൃദയാന്തർഭാഗത്തോട് പാപം മന്ത്രിക്കുന്നു. ഈ വചനം വായിച്ചപ്പോൾ
എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വന്നത് എൻ്റെ കൂടെ തന്നെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു എളിയ ദൈവ പൈതലിനുണ്ടായ ഒരു അനുഭവമാണ്. ആ നാട്ടിൽ, അവർ വസിക്കുന്ന നാട്ടിൽ കുറേ കാലത്തേക്ക് വരൾച്ച നീണ്ടു നിന്നു, മഴ പെയ്യാതെയായി. അപ്പോൾ ആ നാട്ടിലുള്ള കുറേ വികടബുദ്ധികൾക്ക് തന്നെ ഒരു തോന്നൽ, അവർ ഇങ്ങനെ പറയണതാണ് ദൈവദാസൻ കേട്ടത്. അവർ പറയുകയാണ്, നമ്മുടെ നാട്ടിൽ മഴ പെയ്യാത്തതിൻ്റെ കാരണം ഈ ദൈവ പൈതൽ അവിടെ താമസിക്കുന്നത് കൊണ്ടാണ്. എന്താണ് ഈ ദൈവ പൈതലിൻ്റെ പ്രത്യേകത? ഇദ്ദേഹം എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ പള്ളിയിൽ പോകുന്നു, എല്ലാ ദിവസവും മുടങ്ങാതെ സന്ധ്യാപ്രാർത്ഥന ചെയ്യുന്നു, എല്ലാ സാധിക്കുന്നിടത്തോളം ദൈവരാജ്യ വേല ചെയ്യുന്നു, അനേകം ആളുകളെ കർത്താവിലേക്ക് അടുപ്പിക്കുന്നു. ആ നാട്ടിൽ യേശുവിൻ്റെ സാക്ഷിയായി കർത്താവിന് വേണ്ടി ജീവിതം അർപ്പിച്ചു വെച്ചിരിക്കുന്നവൻ. മദ്യപിക്കാൻ കൂടെ കൂടില്ല, തെമ്മാടിത്തരത്തിനും തോന്നിയാസത്തിനും കൂട്ടുനിൽക്കില്ല, കരിഞ്ചന്തയ്ക്കും കൈക്കൂലിക്കും കൂട്ടുനിൽക്കില്ല. എഴുതപ്പെട്ട വചനമനുസരിച്ച് ജീവിക്കാൻ വേണ്ടി തൻ്റെ ജീവിതത്തെ കർത്താവിന് സമർപ്പിച്ച എളിയ പൈതൽ. ഈ പൈതലിനെ കുറിച്ച് കള്ളുകുടിച്ചും തോന്നിയാസത്തിലും ദുർമാർഗത്തിലും ജീവിക്കുന്ന അവിടെയുള്ള ചിലര് പറയുകയാണ്, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മഴ വരാത്തതിന് കാരണം ഇദ്ദേഹം ഇവിടെ താമസിക്കുന്നത് കൊണ്ടാണ്. അന്നത് കേട്ടപ്പോൾ എനിക്കൊരു തമാശ പോലെ തോന്നിയെങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ലോകമെമ്പാടുമുള്ള അനേകം വ്യക്തികളുടെ ഹൃദയങ്ങളിൽ കാലാകാലങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വലിയ ഒരു തിന്മയുടെ മേഖലയാണിത്. ദൈവിക കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നവരെ ദുഷിക്കുക, ദൈവത്തിൻ്റെ നാമത്തെ ദുഷിക്കുക. ഞാൻ മറ്റൊരു ഉദാഹരണം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. അത് രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകത്തിൽ നിന്നാണ്. 17-ാം അധ്യായം 17-ഉം 18-ഉം തിരുലിഖിതങ്ങൾ. ആ ഗൃഹനായികയുടെ മകൻ ഒരു ദിവസം രോഗബാധിതനായി. രോഗം മൂർച്ഛിച്ച് ശ്വാസം നിലച്ചു. അവൾ ഏലിയായോട് പറഞ്ഞു, ദൈവപുരുഷ, എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ ചെയ്തത്? എൻ്റെ പാപങ്ങൾ അനുസ്മരിപ്പിക്കാനും എൻ്റെ മകനെ കൊല്ലാനുമാണോ അങ്ങ് ഇവിടെ വന്നത്? തോന്നിയാസം, ധിക്കാരം എന്നല്ലാതെ എന്താ ഇതിനെക്കുറിച്ച് പറയുക? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. 3 വർഷവും 6 മാസവും മഴ പെയ്യില്ല എന്ന് ഏലിയ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അങ്ങനെ ആഹാബിൻ്റെ രാജ്യത്ത് മുഴുവൻ കഠിനക്ഷാമം, കഠിന വരൾച്ച, കുടുംബങ്ങളെല്ലാം പട്ടിണി കൊണ്ട് പൊറുതിമുട്ടുകയാണ്. അങ്ങനെ പട്ടിണിയും കഷ്ടതയും കൊണ്ട് രാജ്യം നിറഞ്ഞിരിക്കുമ്പോൾ ഇതാ സറപ്തായിലെ വിധവയുടെ ഭവനത്തിൽ എന്നും സമൃദ്ധി, എന്നും സുഭിക്ഷത. കലത്തിലെ മാവ് തീരുന്നില്ല, ഭരണിയിലെ എണ്ണ വറ്റുന്നുമില്ല. ഈ വിധവയ്ക്കും വിധവയുടെ മകനും ഏലിയായിക്കും അങ്ങനെ ഭവനത്തിൽ നിറഞ്ഞ സുഭിക്ഷത കർത്താവ് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ കർത്താവ് അയച്ചതുകൊണ്ടാണ് ഏലിയ അവിടെ ചെന്നത്. ഏലിയ കർത്താവിനാൽ അയക്കപ്പെട്ടിരിക്കുകയാണെന്നും ഏലിയായിൽ കർത്താവിന് ശക്തി ഉണ്ടെന്നും ഈ വിധവയ്ക്ക് വ്യക്തമായി ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് ഏലിയായെ വിധവ തൻ്റെ ഭവനത്തിൽ സ്വീകരിച്ച്, അങ്ങനെ വിധവ ഭക്ഷണം കൊടുത്ത് തൻ്റെ ഭവനത്തിൽ സ്വീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ കാര്യങ്ങളെല്ലാം സുഖമായി കടന്നു പോവുകയാണ്. നാട്ടിൽ മുഴുവൻ പട്ടിണി ദാരിദ്ര്യമാകുമ്പോൾ ഈ വിധവയുടെ വീട് സുഭിക്ഷത ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യത്തിനും കുഴപ്പമില്ല. അതുകൊണ്ട് അവർ തമ്മിൽ ഒരു ശണ്ടയോ ഒരു വഴക്കോ ഒരു വാക്ക് വ്യത്യാസമോ ഒന്നും അതുവരെ സംഭവിച്ചിരുന്നില്ല. എന്നാൽ ഇതാ പെട്ടെന്ന് കാര്യങ്ങൾ വ്യത്യാസപ്പെടുകയാണ്. പെട്ടെന്ന് വിധവയുടെ മകന് രോഗം പിടിച്ച്. വിധവയുടെ മകന് വേണ്ടി വിധവ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. എന്തായാലും ശരി, വിധവയുടെ മകൻ മരിച്ചു. വിധവയുടെ മകൻ അങ്ങോട്ട് മരിച്ചപ്പോൾ ഇതാ അഗ്നിപർവ്വതം പൊട്ടുന്നത് പോലെ വിധവയുടെ ഉള്ളിൽ നിന്ന് ഇതാ ദുഃഖവും സങ്കടവും നിരാശയെല്ലാം കൂടി പൊട്ടി ഒഴുകുകയാണ്. ഈ സമയത്ത് ഇതാ വിധവയുടെ ഹൃദയത്തോട് പാപം മന്ത്രിക്കുകയാണ്. നിൻ്റെ മകൻ മരിക്കാൻ കാരണം എന്താ? നിൻ്റെ മകൻ മരിക്കാൻ ആരാ കാരണം? ആ ഏലിയയാണ്. അതുകൊണ്ട് ഏലിയയുടെ നേരെ നിന്റെ കോപം അഴിച്ചു വിടുക. ആ ഏലിയയാണ് നിൻ്റെ മകൻ്റെ മരണത്തിന് കാരണം. ആ ഒരു ചിന്ത ഇദ്ദേഹത്തിൻ്റെ ഈ വിധവയുടെ ഹൃദയത്തിൽ അങ്ങോട്ട് നിറയുകയാണ്. ഹൃദയത്തിൽ നിറഞ്ഞ ചിന്ത ഇതാ അഗ്നിപർവ്വതം പൊട്ടി ഒഴുകുന്നത് പോലെ ഏലിയയുടെ നേരെ വിധവ കോരിച്ചൊരിയാണ്. ഏലിയയോട് വിധവ ചോദിക്കുകയാണ്, എൻ്റെ പാപങ്ങൾ അനുസ്മരിപ്പിക്കാനും എൻ്റെ മകനെ കൊല്ലാനുമാണോ നീ ഇവിടെ വന്നിരിക്കുന്നത്? നോക്ക്, അവർ തമ്മിൽ ഒരു ശണ്ടയുണ്ടായിട്ടില്ല, അവർ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, അവിടെ വേറൊരു വഴക്കിൻ്റെ അന്തരീക്ഷമില്ല. എന്നാൽ വിധവയുടെ മകൻ മരിച്ചു, അതൊരു യാഥാർത്ഥ്യം. അനേക കുടുംബങ്ങൾ, ആ രാജ്യത്തിലെ എല്ലാ കുടുംബങ്ങളും പട്ടിണിയും ദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ ഈ വിധവയ്ക്ക് പട്ടിണിയില്ലാതെ ഈ വിധവ സുഭിക്ഷത അനുഭവിക്കേണ്ട ഏക കാരണം ഏലി അവിടെ ചെന്നതാണ്. അത് വിധവയ്ക്ക് നന്നായിട്ട് അറിയാം.
ദൈവത്തിന് അനുഭവം വിധവയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ദൈവത്തിനെക്കുറിച്ച് ബോധ്യമുണ്ട്, ഏലിയെക്കുറിച്ച് ബോധ്യമുണ്ട്. പക്ഷേ ക്ഷണനേരം കൊണ്ട് എല്ലാം പോയി. ഇപ്പോൾ വിധവ ആക്രോശിക്കുകയാണ്, എൻ്റെ മകനെ കൊല്ലാൻ വേണ്ടിയാണോ നീ ഇവിടെ വന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വിധവയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലിരുന്ന് പാപം മന്ത്രിക്കുകയാണ്. നിന്റെ മകൻ മരിക്കാൻ കാരണം ഏലിയയാണ്. അവൾ പൊട്ടിത്തെറിക്കുകയാണ്, അവൾ പലതും വിളിച്ചു പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് അനേകരുടെ ജീവിതത്തിലെ ഒരു അടിസ്ഥാന പ്രശ്നമാണ്. എന്തെങ്കിലും കാര്യങ്ങൾ തലതിരിഞ്ഞ് സംഭവിക്കുമ്പോൾ നാളുകളായി ദൈവാനുഭവതയുള്ളവർ, ഒരുപാട് പ്രാർത്ഥിച്ചവർ, ധ്യാനങ്ങൾ ഒട്ടനവധി കൂടിയവർ, ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, കർത്താവിൻ്റെ വഴിയിൽ നടക്കുന്നവർ, കർത്താവിന് ജനമെന്ന് അവകാശപ്പെടുന്നവർ, കർത്താവിന് നാമം പേറിക്കൊണ്ട് നടക്കുന്നവർ, കുമ്പസാരവും കുർബാനയും മുടക്കാത്തവർ, ദൈവത്തിൻ്റെ ആളുകൾ എന്ന് വിചാരിക്കുന്നവർ തന്നെ തങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആ ഒരു നടത്തിപ്പിൽ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിച്ചാൽ, പെട്ടെന്ന് ജോലി പോയി, പെട്ടെന്ന് ഒരു അപകടം സംഭവിച്ചു, പെട്ടെന്ന് കുടുംബത്തിൽ ഒരാൾ മരിച്ചു, പെട്ടെന്ന് ഒരാൾ മാനസിക രോഗിയായി, പെട്ടെന്ന് കല്യാണം ദാമ്പത്യ ബന്ധം വേർപിരിഞ്ഞു, പെട്ടെന്ന് മക്കൾ ദുർമാർഗികളായി, പെട്ടെന്ന് ഓഫീസ് പൂട്ടി, ജോലി നഷ്ടപ്പെട്ടു, സാമ്പത്തിക സ്ഥിതിയെല്ലാം തകർന്നു, പെട്ടെന്ന് കടബാധ്യത പെരുകി, പെട്ടെന്ന് കുടുംബം ഛിന്നഭിന്നമായി, അപ്രതീക്ഷിതമായ ഒരു തകർച്ച കുടുംബത്തിൽ വരുമ്പോൾ അവരുടെ ഹൃദയത്തിൽ പാപം ആദ്യം തന്നെ കൊടുക്കുന്ന ഉപദേശം, ഹൃദയത്തിലിരിക്കുന്ന പാപം കൊടുക്കുന്ന ഉപദേശം, നീ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിന്റെ ദൈവം നിന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? ദൈവത്തിന് എതിരെയും ദൈവത്തിൻ്റെ സഭയ്ക്കെതിരെയും ദൈവത്തിൻ്റെ ദാസന്മാർക്കെതിരെയുമുള്ള ഒരു ചിന്ത, ഒരു മല്ലടിക്കുന്ന ചിന്ത ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് കുടികൊള്ളുന്ന പാപം നൽകുന്നു. ഇത് ആദ്യം മുതലേ നമുക്ക് കാണുവാൻ സാധിക്കും. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 14-ാമത്തെ അധ്യായം, അവിടെ മോശയും അഹ്റോനും ചേർന്ന് ദൈവജനത്തെ ദൈവത്തിൻ്റെ പരിപാലനയിൽ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച് പുറപ്പാട് ദേശത്തൂടെ, മരുഭൂമി ദേശത്തൂടെ നയിച്ചുകൊണ്ട് വരികയാണ്. അങ്ങനെ അവർ ചെങ്കടലിൻ്റെ തീരത്തെത്തി. ചെങ്കടലിൻ്റെ തീരത്ത് അവർ അതുവരെ തടസ്സങ്ങളൊന്നും കൂടാതെ മുന്നോട്ട് പോകുന്നു. ചെങ്കടലിൻ്റെ തീരത്ത് വന്നു. എന്നാൽ ചെങ്കടൽ മുറിച്ച് കടക്കാൻ അവർക്ക് പറ്റുന്നില്ല. പിന്നാലെ ഫറവോൻ സൈന്യം അലറി വരുന്ന അലമാലകൾ പോലെ ഇതാ സൈന്യം പാഞ്ഞെടുക്കുകയാണ്. ചെങ്കടലിനും സൈന്യത്തിനും മധ്യപ്പെട്ട ജനം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, ഇടതും വലതും നോക്കി. അതുവരെ ദൈവത്തിൻ്റെ പരിപാലന അനുഭവിച്ച്, അതുവരെ അത്ഭുതങ്ങൾ കണ്ട്, ഈജിപ്തിൽ പല പല അത്ഭുതങ്ങൾ കർത്താവ് ചെയ്ത് കർത്താവിൻ്റെ അത്ഭുതത്തിൻ്റെ തണലിൽ വഴി നടത്തിയ ജനതയാണത്. ആ ജനത ക്ഷണനേരം കൊണ്ട് കർത്താവിൻ്റെ പരിപാലന മറന്ന്, കർത്താവിൻ്റെ നാമം മറന്ന്, കർത്താവിൻ്റെ സ്നേഹം മറന്ന്, കർത്താവിൻ്റെ ഇടപെടൽ മറന്ന്, കർത്താവിൻ്റെ സാന്നിധ്യം മറന്ന് അവരിതാ ചെങ്കടലിന് തീരത്ത് വെച്ച് പൊട്ടിത്തെറിക്കുകയാണ്. അതാണ് പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 10 മുതലുള്ള തിരുലിഖിതങ്ങൾ. ഫറവോ സമീപിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇസ്രായേൽ ജനം കണ്ണുകൾ ഉയർത്തി നോക്കി. തങ്ങളെ പിന്തുടരുന്ന ഈജിപ്തുകാരെ അവർ കണ്ടു. ഭയവിഹുലരായ ഇസ്രായേൽക്കാർ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അവർ മോശയോട് ചോദിച്ചു, ഈജിപ്തിൽ ശവക്കുഴികൾ ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ മരുഭൂമിയിൽ കിടന്ന് മരിക്കാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്? നീ ഞങ്ങളോട് എന്താണ് ഈ ചെയ്തിരിക്കുന്നത്? ഈജിപ്തിൽ നിന്ന് എന്തിനാണ് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നത്? ഞങ്ങളെ തനിയെ വിട്ടേക്കൂ, ഞങ്ങൾ ഈജിപ്തുകാർക്ക് വേല ചെയ്ത് കഴിഞ്ഞുകൊള്ളാം. ഈജിപ്തിൽ വെച്ച് ഇതൊക്കെ നിന്നോട് ഞങ്ങൾ പറഞ്ഞതല്ലേ? ആ ജനം മുഴുവനും മോശയോട് കയറുകയാണ്. നീ എന്ത് തോന്നിയതാണ് ഞങ്ങളോട് ചെയ്തത്? ആ ഈജിപ്തിൽ വെച്ച് ഞങ്ങളിതൊക്കെ നിന്നോട് പറഞ്ഞതല്ലേ? ഇവിടെ വെച്ച് ഞങ്ങൾക്ക് മരിക്കാൻ ശവക്കുഴികൾ ഇല്ലാഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അവർക്ക് പറയാവുന്നതിൻ്റെ പരമാവധി വായ നിറച്ച് തോന്നിയാസ് അവരങ്ങോട്ട് വിളിച്ച് പറഞ്ഞ് ദൈവത്തിന് മോശയ്ക്ക് നേരെ. അവർക്ക് വേറെ എത്ര പേർക്കെതിരെ പിടിച്ചു? ആ ഫറവോയ്ക്കെതിരെ വേണമെങ്കിൽ 2 തെറി പറയാമായിരുന്നു. അവരത് പറഞ്ഞില്ലല്ലോ. വേണമെങ്കിൽ വേറെ ആ ഫറവോയുടെ സൈന്യനിരകൾക്ക് കമാൻഡർക്കെതിരെ 2 തെറി പറയാമായിരുന്നു. പറഞ്ഞില്ലല്ലോ. അവർക്ക് വാ പൊളിച്ചിട്ട് തെറി പറയാൻ തോന്നി 2 കൂട്ടർ, 1 ദൈവം 2 മോശ. പ്രിയപ്പെട്ട സഹോദരൻ, ആദ്യകാലം തൊട്ടുള്ള ഏർപ്പാടാണിത്. ഇതാ വീണ്ടും വിശുദ്ധ ലിഖിതത്തിൽ സംഖ്യയുടെ പുസ്തകത്തിൽ നമ്മൾ മറ്റൊരു രംഗം കാണുകയാണ്. സംഖ്യയുടെ പുസ്തകം അതിൽ 14-ാം അധ്യായത്തിൽ 1 മുതലുള്ള തിരുലിഖിതങ്ങൾ. അവിടെ വലിയൊരു പ്രതികൂലം ഉണ്ടായപ്പോൾ ജനം എന്താ ചെയ്തത്? രാത്രി മുഴുവൻ ജനം ഉറക്കം നിലവിളിച്ചു. അവർ മോശയ്ക്കും അഹ്റോനുമെതിരെ പിറുപിറുത്തു. അവർ പറഞ്ഞു, ഈജിപ്തിൽ വെച്ച് ഞങ്ങൾ മരിച്ചിരുന്നെങ്കിൽ, ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചെങ്കിൽ, വാളിനിരയാകാൻ കർത്താവ് ഞങ്ങളെ ഈ ദേശത്തേക്ക് കൊണ്ടുവന്ന എന്തിന്? ഞങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും ശത്രുക്കൾക്കിരയായി തീരുമല്ലോ. ഈജിപ്തിലേക്ക് തിരികെ പോകുന്നല്ലേ നല്ലത്. അവർ പരസ്പരം പറഞ്ഞു, നമുക്കൊരു തലവനെ തെരഞ്ഞെടുത്ത് അവൻ്റെ കീഴിൽ ഈജിപ്തിലേക്ക് തിരികെ പോകാം. അപ്പോൾ മോശയും അഹ്റോനും അവിടെ കൂടിയിരുന്ന ഇസ്രായേൽ ജനത്തിന് മുമ്പിൽ കമിഴ്ന്നു വീണു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്കുക, ഇതിൻ്റെ പശ്ചാത്തലം ഇതാണ്. മോശയും അഹ്റോനും കൂടെ കാനാൻ ദേശം ഉറ്റുനോക്കാൻ ഏതാനും ആളുകളെ കാനാൻ ദേശത്തേക്ക് അയച്ചു.
അവർ കാനാൻ ദേശം ഒറ്റുനോക്കി, തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അതാ കാനാൻ ദേശത്ത് വലിയ അനാക്കീമിൻ്റെ മക്കളെ പോലെ ഞങ്ങൾ കണ്ടു, വലിയ വല്ലന്മാരാണ്. അവരുടെ മുമ്പിൽ ഞങ്ങൾ വെറും വിട്ടിലുകളാണെന്ന് ഞങ്ങൾക്ക് തോന്നി. അവർ അതികായന്മാരാണ്, മല്ലന്മാരാണ്, ശക്തന്മാരാണ്. അവരുടെ മുമ്പിൽ ഞങ്ങൾ വെറും വിട്ടിലുകളെ പോലെ തോന്നി. അവിടെ പോയാൽ അവർ നമ്മളെ പിടിച്ചു തിന്നും, നമ്മളെ അങ്ങോട്ട് കടിച്ചു തിന്നു കളയും. ഈ വിധത്തിൽ ആ ഒറ്റുനോക്കാൻ പോയ ചാരന്മാർ വന്ന് ഈ ജനത്തെ വിവരം അറിയിച്ചു. ഇത് കേട്ടപ്പോൾ ജനം പെട്ടെന്ന് ഭയവിഹ്വലരായി. ജനം ദൈവത്തിൻ്റെ പരിപാലന മറന്നു, ഇതുവരെ നയിച്ചു കൊണ്ടുവന്ന ദൈവത്തെ മറന്നു, ഇതുവരെയുള്ള ദൈവാനുഭവം മറന്നു, ഇതുവരെയുള്ള അത്ഭുതങ്ങൾ മറന്നു, ഇതുവരെയുള്ള ദൈവസ്നേഹം മറന്നു, മോശയെ മറന്നു, അഹ്റോനെ മറന്നു. എല്ലാം മറന്നിട്ട് ഒരു പരിചയമില്ലാത്തവരെ പോലെ വാലും മൂടുമില്ലാതെ സംസാരിക്കുന്ന രംഗമാണ് നമ്മൾ കേട്ടത്. ഞങ്ങൾ രാത്രി മുഴുവനും മോശയ്ക്കും അഹ്റോനും എതിരെ നിലവിളിച്ച്. ഇവിടെ ഈ വിധവ ഒന്നോ രണ്ടോ വാക്കുകൊണ്ട് നിർത്തി. എന്നാൽ ജനം അതല്ല ചെയ്തത്. രാത്രി മുഴുവനും അവർ ഉറക്കെ നിലവിളിച്ച് മോശയ്ക്ക് അഹ്റോനെതിരെ. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും പ്രിയപ്പെട്ട സഹോദരൻ. ഈ ജനത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട അന്ന് തൊട്ട് ദൈവത്തിൻ്റെ അത്ഭുതം കണ്ടവർ, ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട അന്ന് തൊട്ട് ദൈവത്തിൻ്റെ സ്നേഹം അറിഞ്ഞവർ, ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട അന്ന് തൊട്ട് ഈ മോശയിലൂടെ അഹ്റോനിലൂടെ ദൈവം പ്രവർത്തിക്കുന്നെന്ന് വ്യക്തമായി കണ്ടവർ, ദൈവത്താൽ നയിക്കപ്പെട്ടവർ, ദൈവം കൂടെയുള്ള ജനത, അവരാണിത് വിളിച്ചു പറഞ്ഞത്. എന്നാൽ അവർക്ക് തെറി വേറെ പലർക്കും എതിരെ പറയായിരുന്നു. അവർ വേറെ ആർക്കുമെതിരെ ദൂഷിക്കുന്നത് കാണുന്നില്ല, വേറെ ആരെയും ദൂഷിക്കുന്നത് നമ്മൾ കാണുന്നില്ല. ദൈവത്തെയും മോശയെയും ദൂഷിക്കുന്നതാണ് നാം കാണുന്നത്. വീണ്ടും സംഖ്യയുടെ പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ മറ്റൊരു ഭാഗം നമ്മൾ കാണുന്നുണ്ട്. സംഖ്യയുടെ പുസ്തകം 16-ഉം 17-ഉം അധ്യായങ്ങൾ. അവിടെ നമ്മൾ കാണുന്നത് ജനം മഹാമാരി പിടിപെട്ട് മരിച്ചപ്പോൾ ജനമെല്ലാം മോശയ്ക്കെതിരെ പിറുപിറുക്കാൻ തുടങ്ങുകയാണ്. അതാണ് സംഖ്യയുടെ പുസ്തകം 16-ാം അധ്യായം 41-ാം തിരുലിഖിതം. പിറ്റേന്ന് ഇസ്രായേൽ സമൂഹം മോശയ്ക്കും അഹ്റോനും എതിരായി പിറുപിറുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ കർത്താവിൻ്റെ ജനത്തെ കൊന്നു. ഈ ഏലിയായോടും വിധവ അതല്ല പറഞ്ഞത്, എൻ്റെ മകനെ നീ കൊന്നു. വായെടുത്താൽ ദൈവത്തിൻ്റെ പരിപാലനം അനുഭവിച്ച ജനം ദൈവം അയച്ച ദൈവത്തിൻ്റെ പ്രതിനിധികളോട്, ദൈവത്തിൻ്റെ ദാസന്മാർ പറയാണ്, നിങ്ങൾ കർത്താവിൻ്റെ ജനത്തെ കൊന്നു. ജനം മുഴുവൻ മോശയോടും അഹ്റോനും പറയുകയാണ്, നിങ്ങൾ കർത്താവിൻ്റെ ജനത്തെ കൊന്നു. അന്ന് ഈ ജനം മുഴുവനെ ക്ഷണം നേരം കൊണ്ട് നശിപ്പിക്കാൻ തക്കത്തുള്ള കോപം ദൈവത്തിൻ്റെ പക്കൽ നിന്നുണ്ടായി എന്നാണ് തുടർന്ന് വരുന്ന ഭാഗങ്ങൾ നമ്മൾ കാണുന്നു. പറഞ്ഞാൽ അത്രമാത്രം പ്രകോപിതരായ, അത്രമാത്രം ദൈവത്തിൻ്റെ അപ്രീതി വിളിച്ചു വരുത്തുന്ന തരത്തിലുള്ള വാക്കുകൾ അവർ സംസാരിച്ചിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ദൈവം പറയുന്നത് എങ്ങനെയാണ്? സംഖ്യയുടെ പുസ്തകം 16-ാം അധ്യായം 45-ാം വാക്യം, ദൈവം മോശയോട് അരുളി ചെയ്തു, ഈ സമൂഹത്തിൽ നിന്ന് ഓടിയകലുക, നിമിഷത്തിനുള്ളിൽ ഞാൻ അവരെ നശിപ്പിക്കും. എന്നാൽ മോശയും അഹ്റോനും കമിഴ്ന്നു വീണ് അവർക്ക് വേണ്ടി മാപ്പ് ചോദിച്ച്. പ്രിയപ്പെട്ട അന്ന് അത്രമാത്രം വൃത്തിഹീനമായി, അത്രമാത്രം ലജ്ജാപരമായി അവർ ദൂഷിവാക്കുകൾ, എതിർവാക്കുകൾ സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും വിശുദ്ധ ലിഖിതത്തിൽ നമ്മൾ നിരവധി സ്ഥലങ്ങളിൽ ഇങ്ങനെ ദൈവം നയിച്ച്, ദൈവം പരിപാലിച്ച്, ദൈവത്തിൻ്റെ നേതൃത്വത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കണ്ട് ദൈവത്തെ അനുഭവിച്ചു പോകുന്ന ജനം ക്ഷണനേരം കൊണ്ട് എല്ലാം മറന്ന് ദൈവത്തെയും ദൈവത്തിൻ്റെ ദാസന്മാരെയും ദുഷിക്കുകയും കോപിക്കുകയും അവരെ പരമാവധി ഇകഴ്ച സംസാരിക്കുകയും ചെയ്യുന്നത് നാം കാണുന്നുണ്ട്. ഇതൊരു പ്രത്യേക ആത്മാവിൻ്റെ പ്രവർത്തനമാണ്. ഇന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഇന്ന് ഒരു പ്രശ്നം ഉണ്ടായാൽ ഉടനെ സഭയ്ക്കെതിരെ വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ടെന്ന വിധത്തിലല്ലേ അങ്ങോട്ട് തുറന്നു വിടുന്നത്. ഇന്ന് ഒരു പ്രശ്നം ഉണ്ടായാൽ പള്ളിയിലെ അച്ഛനെയും അതുപോലെ സമർപ്പിതരെയും ഏതൊക്കെ വിധത്തിലാണ് നമ്മൾ ദുഷിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ദൈവത്തെ അറിഞ്ഞ്, ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കണ്ട്, ദൈവത്തിൻ്റെ പരിപാലനം അനുഭവിച്ച്, ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴ് നടന്ന്, ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന് ദൈവത്തിൻ്റെ നാമം പേര് നടക്കുന്ന ആ ജനം ചെയ്യുന്നൊരു പ്രത്യേകതയാണ്, അല്ലെങ്കിൽ ആ ജനത്തിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന പ്രത്യേകതയാണ്. ഇതെന്ത്, എനിക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ച്, ഈ കുറ്റം ആരുടെയെങ്കിലും തലയിൽ ചുമത്തുക. പ്രത്യേകിച്ച് ദൈവികരായ ആളുകളുടെ തലയിൽ ജനത്തിൻ്റെ കുറ്റങ്ങളെല്ലാം ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചിട്ട് ആ ഹൃദയാന്തര ഭാഗത്ത് മന്ത്രിക്കുന്ന പാപം, ഇതിൻ്റെ എല്ലാം കുറ്റം ദൈവത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ ദാസന്മാരുടെ മേലും ചുമത്തുക. ആ വിധവയ്ക്ക് ചെയ്യാവുന്ന പലതുണ്ടായിരുന്നു. ആ വിധവയ്ക്ക് പറയാം, കർത്താവ് തന്നു, കർത്താവ് എടുത്തു. ഒന്നും ചിന്തിച്ചില്ലല്ലോ. നീ എൻ്റെ മകനെ കൊല്ലാൻ വേണ്ടിയാണോ ഏലിയ ഇവിടെ വന്ന് കിടക്കണത് എന്ന് ചോദിച്ച് ഏലിയാടെ നേരെ ആക്രോശിക്കുകയാണ്. ഹല്ലേലൂയ. ഈ വിധവ സത്യത്തിൽ എന്താ ചെയ്യേണ്ടത്? സത്യത്തിൽ ഈ വിധവയ്ക്ക് ഇതിൻ്റെ കാരണം ആരാണെന്ന് അറിഞ്ഞിട്ട് എന്താ കാര്യം? ഈ വിധവയുടെ ഹൃദയം അന്വേഷിക്കേണ്ടത് ഇതിൻ്റെ കാരണം ആരാണ്, ഇതെന്തുകൊണ്ടാണ് എനിക്ക് വന്നത്, ഇതിൻ്റെ കാരണം എന്താണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ഇതിൻ്റെ കാരണമല്ല സത്യത്തിൽ നമുക്ക് ആവശ്യം. അവിടെ വിധവയ്ക്ക് ആവശ്യം ആ പ്രശ്നത്തിനൊരു പരിഹാരമാണ്. നമ്മൾ തുടർന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ഏലിയ ആ വിധവയോട് കോപിക്കുന്നില്ല, ഏലിയ ആ വിധവയോട് തട്ടിക്കയറുന്നില്ല, ഏലിയ ആ വിധവയെ ശപിച്ച് ചാമ്പലാക്കുന്നില്ല. ഏലിയ ശാന്തനായി സ്നേഹം കൊണ്ട് നിറഞ്ഞ് ഏലിയ പറയുകയാണ്, നിന്റെ മരിച്ച കുട്ടിയെ ഇങ്ങ് തരിക, നിന്റെ മരിച്ച കുട്ടിയെ ഇങ്ങോട്ട് തരിക. ഇത് തന്നെയല്ലേ ദൈവം പറയണത്? ദൈവം പറയണത് നിന്റെ ഭാരം ഇങ്ങോട്ട് താ, നിന്റെ ദുഃഖം ഇങ്ങോട്ട് താ, നിന്റെ വേദന ഇങ്ങോട്ട് താ. സങ്കീർത്തന പുസ്തകം 55:22, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് അത് താങ്ങിക്കൊള്ളും. ഹോസിയ 7:14, എന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നതിന് പകരം അവർ ഹൃദയം കൊണ്ട് നിലവിളിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, തങ്ങളെ തന്നെ മുറിപ്പെടുത്തിയതുകൊണ്ട് എന്ത് പ്രയോജനം? ദുഷിവാക്കുകൾ പറഞ്ഞതുകൊണ്ട് എന്ത് പ്രയോജനം? ദൈവമായ കർത്താവ് നമ്മൾ ഓരോരുത്തരും ആവശ്യപ്പെടുന്നത് എന്താണ്? ഈ ഹൃദയഭാരം, ഈ വേദന, ഈ കണ്ണുനീര്, ഈ ദുഃഖവുമായി ഇന്ന് വരെ നടത്തിയ, ഇന്ന് വരെ പരിപാലിച്ച ആ ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലണം. ഏലിയ പറഞ്ഞു, നിന്റെ മരിച്ച മകനെ ഇങ്ങോട്ട് തരിക. മകനെ തൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി യഹോവയുടെ സന്നിധിയിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മനസ്സലിവോടെ പ്രാർത്ഥിച്ചു. ഇതാ ആ മകൻ്റെ മേൽ ജീവൻ അത്ഭുതകരമായി തിരിച്ചു വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിൻ്റെ കാരണം ആരാണ് എന്നതല്ല നമുക്ക് അത്യാവശ്യം, ഇതിനൊരു പരിഹാരമാണ് നമുക്ക് അത്യാവശ്യം. ഒരു പ്രശ്നം വരുമ്പോൾ ഇതിൻ്റെ കാരണം ആരാണ്? ഈ കുടുംബം ഇങ്ങനെ നശിക്കാൻ കാരണം അവൾ നിമിത്തമല്ലേ, ഇവൻ നിമിത്തമല്ലേ എന്നല്ല നമ്മൾ അന്വേഷിക്കേണ്ടത്. എൻ്റെ വിവാഹം നടക്കാത്തതിന് കാരണം അവനല്ലേ ഇവനല്ലേ എന്നല്ല നമ്മൾ അന്വേഷിക്കേണ്ടത്. ഇവൻ ജനിച്ചപ്പോൾ തൊട്ടാണ് കുടുംബത്തിന് നാശം എന്നല്ല ചിന്തിക്കേണ്ടത്. നാശത്തിൻ്റെ തകർച്ചയുടെ കാരണം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മേൽ കെട്ടിയേൽപ്പിക്കുക എന്നുള്ളതല്ല ദൈവ പൈതലിലും ദൈവം ആഗ്രഹിക്കുന്നത്. പിന്നെയോ ഈ നാശവുമായിട്ട് ദൈവത്തിൻ്റെ പക്കലേക്ക് ചെല്ലുക. ദൈവം പറയാണ്, ആ നാശം ഇങ്ങോട്ട് തരിക, ആ വേദന ഇങ്ങോട്ട് തരിക. സങ്കീർത്തനം 10-ാം അധ്യായം അതിൽ 14-ാം തിരുലിഖിതം അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട്, ക്ലേശങ്ങളും കഷ്ടപ്പാടുകളും തീർച്ചയായും അറിയുന്നുണ്ട്, അവിടുന്ന് അവ ഏറ്റെടുക്കും. ദൈവവചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ്. പുതിയ നിയമത്തിൽ ഈശോ പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ദൈവം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ആവർത്തിച്ച് പറയുന്ന കാര്യം, നിങ്ങൾ എൻ്റെ അരികിലേക്ക് വരിക, നിങ്ങളുടെ ഭാരം തരിക, നിങ്ങളുടെ ദുഃഖം തരിക, നിങ്ങളുടെ പാപം തരിക, നിങ്ങളുടെ വേദന തരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്നാൽ മനുഷ്യൻ്റെ പ്രകൃതം എന്താണ്? മനുഷ്യൻ്റെ പ്രകൃതം ഇതിൻ്റെ കുറ്റം മുഴുവൻ ദൈവത്തിൻ്റെ മേൽ, ഇതിൻ്റെ കുറ്റം മുഴുവൻ ദൈവദാസന്മാരുടെ മേൽ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന കുടുംബാംഗങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മേൽ. കുടുംബത്തിൽ തകർച്ച വന്നാൽ ഉടനെ ആദ്യം പറഞ്ഞെന്താ? ഇവളുടെ പ്രാർത്ഥന നിർത്തിയാൽ ഈ കുടുംബം രക്ഷപ്പെട്ടിരുന്നു. പ്രാർത്ഥനയും ധ്യാനം അധികമായതാണ് കുടുംബത്തിന് നാശത്തിന് കാരണം. ഇങ്ങനെയല്ലേ വാ പൊളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനത്തിൽ നാം കാണുന്നതാണ്, ഒരു പ്രശ്നമുണ്ടായാൽ ദൈവത്തിനെതിരെ ആക്രോശിക്കുക അല്ല ഒരു ദൈവം ആഗ്രഹിക്കുന്നത്. പിന്നെയോ ആ ഭാരവുമായി ദൈവത്തിങ്കിലേക്ക് ചെല്ലുക, ആ ദുഃഖവുമായി ദൈവത്തിങ്കിലേക്ക് ചെല്ലുക, ആ കണ്ണുനീരുമായി ദൈവത്തിങ്കിലേക്ക് ചെല്ലുക, ആ പാപവുമായി ദൈവത്തിങ്കിലേക്ക് ചെല്ലുക. പാപത്തെ അവിടുന്ന് കൃപയാക്കി മാറ്റും, ദുഃഖത്തെ അവിടുന്ന് സന്തോഷമാക്കി മാറ്റും, തകർച്ച അവിടുന്ന് ഉയർച്ചയാക്കി മാറ്റും. രണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹാലലുയ്യ, ഹാലലുയ്യ. ഓ ദൈവമേ, നിരാശയുടെ കെട്ടുകൾ അഴിക്കണമേ കർത്താവേ. ഓ ദൈവമേ, തുടക്കം തൊട്ട് ആദിമകാലം തൊട്ട് ദൈവജനത്തിന് മേൽ പിടികൂടിയിരിക്കുന്ന ഈ എതിർപ്പിൻ്റെ ആത്മാവ്, മരുഭൂമിയിൽ വെച്ച് മല്ലടിക്കാൻ നിർബന്ധിച്ച ആത്മാവ്, അവരുടെ ശരീരങ്ങൾ പാപം വഴി മരുഭൂമി നിബന്ധിക്കാൻ തക്കവണ്ണം അവരുടെ മേൽ പിടികൂടിയ പാപത്തിൻ്റെ ആത്മാവ് ഇന്ന് ഞങ്ങളുടെ ഹൃദയാന്തര ഭാഗത്തിരുന്ന് ഓരോ പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ, ഓരോ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇതെന്തുകൊണ്ട് എനിക്ക് സംഭവിച്ചു, ഇതെന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി, ഞാൻ പള്ളി പോകുന്നവനല്ലേ, ഞാൻ പ്രാർത്ഥിക്കുന്നവനല്ലേ, ഞാൻ ദൈവവേല ചെയ്യുന്നവനല്ലേ, ഇങ്ങനെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് തിക്കുമുട്ടുണ്ടാക്കി വിശ്വാസം നശിപ്പിച്ച് ദൈവവുമായുള്ള ബന്ധം നശിപ്പിച്ച് എൻ്റെ ശരീരം പാപം വഴി മരുഭൂമിയിൽ നിബന്ധിച്ച് വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കാതിരിക്കാൻ തക്കവണ്ണം എന്നെ തടയുന്ന പാപവും അതിൻ്റെ സ്വാധീനങ്ങളും യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹാലലുയ, ഹാലലുയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Lord Jesus. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹെബ്രായ ലേഖനം 3-ാം അധ്യായം 7-8 തിരുലിഖിതങ്ങൾ. പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ ഇന്നെങ്കിലും
നിങ്ങൾ അവിടുത്തെ സ്വരം ശ്രവിക്കുമ്പോൾ മരുഭൂമിയിലെ പരീക്ഷണകാലത്തെന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. രണ്ട് കരങ്ങളും യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി ഈ നിമിഷങ്ങളിൽ അത്ഭുതകരമായ ആത്മാവിൻ്റെ പ്രവാഹം ഉണ്ടായി. എന്നും ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴെ താഴ്മയോടെ നിൽക്കാൻ, ഒരിക്കൽ പോലും ദൈവത്തോട് മത്സരിക്കുന്ന മത്സരികളുടെ ഒരു അനുഭവത്തിലേക്ക് വീഴാതിരിക്കാൻ ദൈവമേ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് സ്തുതിക്കട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ. ഓ ദൈവമേ, കാലാകാലങ്ങളായി അങ്ങയുടെ അത്ഭുതം കണ്ട് അങ്ങയുടെ സ്നേഹം അനുഭവിച്ച് നടന്ന്, എന്നാൽ ചില പ്രതികൂലങ്ങൾ, ചില കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, നിരാശ നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങയോട് മത്സരിച്ച് അങ്ങയുടെ ആത്മാവിനെ ദുഃഖിപ്പിച്ച് പാപം വഴി മരുഭൂമിയിൽ നിബന്ധിച്ച പൂർവ്വപിതാക്കളെ പോലെ ദൈവത്തിന് മുമ്പിൽ മത്സരികളാകാതിരിക്കാൻ ഓ ദൈവമേ, ഹൃദയം മാംസളമാക്കി എന്നും അങ്ങയുടെ കരത്തിന് കീഴെ താഴ്മയോടെ നിൽക്കാനുള്ള അഭിഷേകം നൽകണമേ. ഹാലലുയ്യ, ഹാലലുയ്യ. എല്ലാ എതിർപ്പിന്റെ തിന്മകളും വിട്ടുപോകട്ടെ, മല്ലടിക്കുന്ന പ്രകൃതങ്ങൾ വിട്ടുപോകട്ടെ, അനുസരണക്കേണ്ട അരൂപികൾ വിട്ടുപോകട്ടെ. കുടുംബത്തിൽ വായെടുത്താൽ ഉടനെ ദൈവത്തെക്കുറിച്ചും ദൈവദാസന്മാരെ കുറിച്ചും ദുഷിച്ച് പറയാൻ പ്രേരിപ്പിക്കുന്ന അരൂപികൾ യേശുനാമത്തിൽ നിർവീര്യമാകട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus.